ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ്, പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം, ഈ സദസ്സിലും ഓൺലൈനിലും ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഡിസ്പ്ലേ സ്ക്രീനുകൾ വഴി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഏതാനും നിമിഷം ചില കാര്യങ്ങൾ ഈ റേഡിയോ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് നാം അറിയേണ്ട ചില മേഖലകൾ ബോധ്യപ്പെടുത്താനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 3 ലക്ഷത്തിലധികം ഡൗൺലോഡ്സ് ഉള്ള മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ വ്യവസ്ഥാപിത റേഡിയോ സംവിധാനം എന്ന നിലക്ക് പീസ് റേഡിയോ എത്തിയിരിക്കുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനുകൾ, അതിലൂടെ ടീം റേഡിയോയുമായി സംവദിക്കുന്ന ആളുകൾ, അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് പീസ് റേഡിയോ അൽഹംദുലില്ലാഹ് നിലവിൽ ഈ ഒരു ഉയരത്തിൽ എത്തിയത് എന്നതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. അത് അത്രയും സമൂഹത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് അത്രയും ആത്മാർത്ഥമായ ആളുകൾ പ്രാർത്ഥിക്കുന്നു. 2013 ഓഗസ്റ്റ് 13 കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിസ്ഡം പ്രവർത്തനങ്ങളിലെ ഏറ്റവും മഹത്തരമായ ഒരു സംരംഭമായിരുന്നു ആളുകളെ അവരുടെ വീടുകളിൽ പോയി കണ്ട് അവരുമായി ആശയ കൈമാറ്റം നടത്തുക എന്നത്. മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങളായി കേരളത്തിൽ നടത്തി വന്ന ഗൃഹസന്ദർശനങ്ങളുടെ കുറച്ചും കൂടി ക്രമീകരിക്കപ്പെട്ട ഒരു രീതിയായിരുന്നു 2013 കൂടെ നമ്മൾ ആവിഷ്കരിച്ചത്. കാസർഗോഡ് പൊതുവെ നമുക്കൊക്കെ അറിയുന്നത് പോലെ കേരളത്തിൽ തന്നെ കുറച്ചൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റായി നിൽക്കുന്ന, അതല്ലെങ്കിൽ ചേരി തിരിഞ്ഞ് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ നിൽക്കുന്നതിൻ്റെ അളവ് കൂടുതലുള്ളൊരു പ്രദേശമാണ്. പക്ഷേ അവിടങ്ങളിൽ നമ്മുടെ സഹപ്രവർത്തകർ കയറി ചെന്നപ്പോൾ ആളുകൾ കൊടുത്ത ഒരു പ്രതികരണം, ഒരു വീട്ടിൽ ഒരു കുറച്ച് വയസ്സായ ഒരു കാരണവർ ചെന്നപ്പോൾ ഒരു സംഘപരിവാർ പശ്ചാത്തലം ഉണ്ട് എന്ന് ശൈലിയിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും വീട്ടിലെ പ്രദർശിപ്പിക്കപ്പെട്ട വസ്തുക്കളിൽ നിന്നൊക്കെ തോന്നിയ ഒരാൾ വാതിൽ വലിച്ചടച്ചു. അപ്പോൾ ആ വയസ്സായ കാരണവർ ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തരുമോ? നല്ല ദാഹമുണ്ട്, ഞാൻ ഒരുപാട് ദൂരം നടന്നാണ് വരുന്നത്. മെല്ലെ ആ വാതിൽ തുറന്നു. അയാൾ വെള്ളം എടുത്ത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. നിങ്ങൾക്കല്ല ഞാൻ ആദ്യം നന്ദി പറയുന്നത്, ഈ വെള്ളം എനിക്ക് എത്തിച്ചു തന്ന റബ്ബിനാണ്. അവനോടാണ് ഞാൻ എല്ലാം പറയേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ മെല്ലെ അദ്ദേഹം കയറ്റി ഇരുത്തി. ദീർഘമായ മണിക്കൂറുകൾ അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായും അന്ന് 10,005 വീട്ടിലായിരുന്നു നമ്മുടെ പ്രവർത്തകർ പോയത്. ഈ പോയ ഓരോ പ്രവർത്തകനും ഈ പുസ്തകത്തിൻ്റെ ജീവിതം എന്തിനു വേണ്ടി എന്നുള്ള പേരിൽ പെരിന്തൽമണ്ണയിൽ എക്സിബിഷൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് 35 ലക്ഷത്തോളം അടിക്കുകയും സംഘടിതമായി തന്നെ 25 ലക്ഷം വീടുകളിൽ അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും, അല്ലാത്തത് നമ്മുടെ സഹപ്രവർത്തകർ അവരുടെ ഒരു വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥി വരുന്ന വീട്ടിൽ ബേക്കറി വേണം, ചിപ്സ് വേണം എന്നൊക്കെ പറയുന്നത് പോലെ പല വീടുകളിലും നമ്മുടെ സഹോദരിമാർ നമ്മളെ ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ബുക്ക് കൊടുക്കണം അതിഥിക്ക് എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് വ്യക്തിപരമായി വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ കൊടുത്ത് അതിൻ്റെ താഴെയുള്ള നമ്പറിലേക്കും അതിൻ്റെ താഴെയുള്ള മെയിലിലേക്കും ഒക്കെ ആളുകൾ കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടായ്മ ശക്തമായി ചിന്തിച്ചു, ആളുകളോട് 24 മണിക്കൂറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ചിന്തയിൽ നിന്നായിരുന്നു യഥാർത്ഥത്തിൽ പീസ് റേഡിയോ എന്ന സംരംഭത്തിൻ്റെ ചിന്തകളുടെ ആരംഭമുണ്ടായത്. കേരളത്തിൽ ഹറം ഇമാം ഷെയ്ഖ് ഖാലിദ് ത്വാലിബ് അദ്ദേഹത്തിൻ്റെ രാജ്യം തന്നെ നിർദ്ദേശിച്ച സന്ദർശനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന സന്ദർഭത്തിലായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചത്. അതിനുശേഷം അൽഹംദുലില്ലാഹ് 3 വർഷം പിന്നിടുകയാണ് റേഡിയോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ 2 മിനിറ്റ് എടുത്ത് 12 പോയിൻ്റാണ് പറയാൻ ശ്രമിക്കുന്നത്. പീസ് റേഡിയോ ഈ സമൂഹത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ്? ഒരു പണ്ഡിതൻ്റെ മനസ്സിലെ ഒരു ചിന്ത ഒരു ശബ്ദമായി ഏറിയപ്പെടുന്ന ഒരു ടെക്നിക്കൽ സംവിധാനമല്ല പീസ് റേഡിയോ. റേഡിയോ എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന ആ മേഖലയിലല്ല യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിൽക്കുന്നത്. മറിച്ച് ഞാൻ പറയുന്നു, ഇസ്ലാമോഫോബിയ തലയിൽ കത്തുന്ന കാലത്ത്
മലയാളത്തിലെ ഏറ്റവും നല്ല പ്രതികരണത്തിൻ്റെയും ഏറ്റവും നല്ല പ്രതിരോധത്തിൻ്റെയും ആശയപരമായ പ്രതിരോധത്തിൻ്റെയും ഏറ്റവും നല്ല സംവിധാനമായി അൽഹംദുലില്ലാഹ് പീസ് റേഡിയോ മാറിയിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഒരുപക്ഷെ വ്യാപകമായി നാം കേൾക്കുന്നുണ്ടെങ്കിലും അതിനെത്ര ആഴമുണ്ടെന്നും അത് എത്രത്തോളം മാരകമാണെന്നും അത് ഈ സാമൂഹിക ഘടനയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നും ഇനി എത്ര ബാധിക്കാൻ പോകുന്നുവെന്നും പലപ്പോഴും അതിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ഭീകരവാദം മുഖംമൂടി അഴിക്കുന്നു എന്ന പേരിൽ 1,00,000-ലധികം ആളുകൾ കണ്ട നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ അനുബന്ധ കൂട്ടായ്മകളും പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ, ഒരു ഡോക്യുമെൻ്ററി യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. ആ ഡോക്യുമെൻ്ററി ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ശക്തിക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തു വെക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല രേഖയാണ് ജിഹാദ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉയർത്തിവിടുന്ന ചിന്തകൾ. ജിഹാദ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അയ്മൻ ദവാഹിരിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭീകരവാദത്തിൻ്റെ കുടപിടിക്കുന്ന ഭീകരവാദത്തിൻ്റെ പേരിൽ വിശദീകരിക്കപ്പെടുന്ന വ്യക്തികളുടെയും ഒക്കെ ചിത്രം വരുന്നത് എങ്ങനെയാണ്? സദ്ദാം ഹുസൈൻ തൊട്ട് ബിൻ ലാദൻ വരെയും കേരളത്തിലുള്ള ചില വ്യക്തികൾ വരെയുമുള്ള ഒരു ചെങ്ങല ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇവിടെ ഇസ്ലാമോഫോബിക്കായ ഒരു സമൂഹത്തിൽ ഞാനില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, ജിഹാദ് എന്നുള്ള വേർഡ് കേട്ടപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഉമ്മനെ റൂമിൽ രാത്രി ഇങ്ങനെ ഉറക്കൊഴിച്ച് ഉമ്മാൻ്റെ രോഗപരിചരണം നടത്തുന്നൊരു മോൻ്റെ ചിത്രം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ വന്നിരുന്നോ? നന്നായി മഴ പെയ്യുന്നൊരു രാത്രിയിൽ തൻ്റെ ഭാര്യയെയും കൂട്ടി അയൽപ്പക്കത്തെ വിധവയുടെ വീട്ടിൽ ചെന്ന് ചോർന്നൊലിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് അവരെ തൻ്റെ വീട്ടിലെ സൗകര്യങ്ങളിലേക്ക് കുടയുടെ പശ്ചാത്തലത്തിൽ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു കുടുംബനാഥനെ നിങ്ങൾ കണ്ടിരുന്നോ? അതുമല്ലെങ്കിൽ രോഗിണിയായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വയോവൃദ്ധനെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിരുന്നോ? ഇതൊക്കെ ഇസ്ലാം നിശ്ചയിക്കുന്ന, ഇസ്ലാം നിർവചിച്ച ജിഹാദിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ത്യാഗസമ്പൂർണമായ ഇത്തരം ഇടപെടലുകൾ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന അല്ലെങ്കിൽ കേൾക്കാത്ത ഓതുന്ന അധ്യായങ്ങളിലെ ആശയത്തിൻ്റെ ഏകദേശ രൂപം അറിയുന്ന നമുക്ക് പോലും ജിഹാദ് എന്ന വാക്ക് നൽകുന്ന ചിത്രം എന്താണ്? ഇതൊന്നും അല്ലാത്ത മറ്റൊരു ചിത്രമാണ്. അപ്പോൾ നാളത്തെ ഒരു ദിവസം വേറൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. എൻ്റെ താടി കാണുമ്പോൾ ആ താടിക്ക് ഒരുപാട് നിർവചനങ്ങളുണ്ട്. എന്നാൽ എൻ്റെ തലയിലെ മുടി കാണുമ്പോഴോ ആർക്കും പ്രത്യേകിച്ച് ഒരു പേടിയും തോന്നുന്നില്ല. ഞാൻ പലപ്പോഴും ഇത്തരമൊരു വിഷയം എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ പങ്കുവച്ചൊരു അനുഭവം നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ലോക്കൽ ട്രെയിനിൽ ഇരിക്കുമ്പോൾ 2-3 ആളുകൾ കയറി വന്നു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ച് തുടങ്ങണത്. എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ബോംബ് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കും നല്ല ഹരായി. എന്നാൽ പിന്നെ ഞാനും കേൾക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചും കൂടി സമയം ഒന്നിങ്ങനെ ഉറക്കം അഭിനയിച്ച് അവരോട് കൂടെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ എനിക്കൊരു ചാൻസും തരാത്ത രീതിയിലാണ് ഇവർ ചർച്ച ഫുള്ള് കൊണ്ടുപോണത്. ലോക്കൽ ട്രെയിനിലാണ് യാത്രയെങ്കിലും സൂപ്പർ ഫാസ്റ്റ് വേഗതയിലാണ് അവർ ചർച്ച പോണത്. എനിക്കൊരു അവസരം വേണം. അവസരം ഞാൻ നല്ല മലയാള മനോരമ പത്രം കയ്യിൽ വെച്ച ബംഗാളിയാണെന്നുള്ളൊരു കൗതുകവും കൂടി എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റല്ല, ഇവർ മലയാളികളാണെന്നുള്ള അവരുടെ ഹിന്ദി സംഭാഷണത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, ഹം കബി കിദർ പഹുഞ്ചാൻ, നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയത്? ഉടനെ ഞാൻ ഇടപെട്ടിട്ട് പറഞ്ഞു, സർ അബി ഹംനെ കൊയിലാണ്ടി സ്റ്റേഷൻ പहुंच, ആപ്കോ കിദർ ജാന, നിങ്ങൾക്ക് എവിടെ പോകുന്നുണ്ട്? നമ്മളിപ്പോൾ കൊയിലാണ്ടി എത്തിയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ ആകെ കൂടെ എല്ലാം കയ്യിൽ നിന്ന് വിട്ടൊരു മാനസികാവസ്ഥയിൽ സോറിയൊക്കെ വന്ന് പറയണം എന്നോട്. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ബാഗിൽ ബോംബുണ്ടെന്ന് പറഞ്ഞതോ എൻ്റെ താടിയെ നിങ്ങൾ വിമർശിച്ചത് എനിക്കൊരു വിഷമമല്ല. പക്ഷേ നിങ്ങൾ വിമർശിച്ച ഒരു വ്യക്തിയുണ്ട്, ലോകാനുഗ്രഹിയായ പ്രവാചകൻ, മനുഷ്യ സമൂഹത്തിന് നന്മ മാത്രം പഠിപ്പിച്ച ഒരു കുഞ്ഞിക്കിളിയുടെ കൂട്ടിൽ നിന്ന് അതിൻ്റെ അമ്മയിൽ നിന്ന് കുഞ്ഞിക്കിളിയെ എടുത്ത സ്വന്തം അനുയായിയെ ജനത്തിൻ്റെ മധ്യത്തിൽ ശക്തമായി രൂക്ഷമായി വിമർശിച്ച പ്രവാചകൻ. ആളുകൾ ഭക്ഷണം പാകം ചെയ്യുന്ന തീക്കണലുകൾ, അതിലെ വരിയിട്ടു പോകുന്ന ഉറുമ്പുകളുടെ ദേഹത്തു തട്ടരുതെന്ന് ശക്തമായി നിർദ്ദേശം കൊടുക്കുന്ന പ്രവാചകൻ. അത്രയും കാരുണ്യം ലോകത്തോട് സംസാരിച്ച ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വേദനയായി. അപ്പോൾ പത്രത്തിലൊക്കെ അന്ന് ഫ്രാൻസിലെ പത്ര ഓഫീസ് അറ്റാക്ക് ചെയ്തതിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഒരു മീഡിയ ഓഫീസ് അറ്റാക്ക് ചെയ്തതിൻ്റെ കലിപ്പ് ഓരോ മീഡിയ പ്രവർത്തകനും കാണിച്ചിരുന്നു. അതുകൊണ്ട് അത്രയും
രക്തപങ്കിലമായ ഒരു പ്രിഫേസിലാണ് അന്നത്തെ പത്രം വന്നത്. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്ന അത്രേ ഉള്ളൂ, ഇവിടെ ഇപ്പോൾ ISIS പോലെയുള്ള സംവിധാനങ്ങൾ വന്നു. ISIS പുറത്തുവിട്ട വീഡിയോസ് ലോകത്ത് ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ, പച്ചക്ക് മനുഷ്യനെ ചുട്ടുകൊല്ലുക, വെട്ടിക്കൊല്ലുക, നുറുക്കുക, ഇതൊക്കെയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അല്ലാഹു അക്ബറാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വാഭാവികമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓസ്ട്രേലിയയിലൊരു മിനാരത്തിൽ നിന്ന്, UK മിനാരത്തിൽ നിന്ന്, US മിനാരത്തിൽ നിന്ന്, പെരിന്തൽമണ്ണയിലൊരു മിനാരത്തിൽ നിന്ന് എന്താ പറയുക, മൈക്രോഫോണുകൾ, ലൗഡ് സ്പീക്കറുകൾ പുറത്തുവിടുന്ന ഓഡിയോയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ സ്ക്രീനിൽ കാണുന്ന കാഴ്ച 24-കാരനായ 25-കാരനായ യൂറോപ്പിലെ മീഡിയ പ്രവർത്തകനെ അയാളുടെ ലാസ്റ്റ് ആഗ്രഹം ചോദിക്കുന്നു, ഐ വാണ്ട് ടു റിട്ടേൺ മൈ ഹോം, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. എന്തിന്? എൻ്റെ ഭാര്യയെ കാണണം, അവർക്ക് ഡൈവോഴ്സ് കൊടുക്കണം, അതിനു വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് പറയുന്നതൊക്കെ വൈകാരിക രംഗങ്ങൾ ചിത്രീകരിച്ച് അയാളെ ക്രൂരമായി കൊല്ലണതാണ് ഈ ബാങ്കിൻ്റെ പശ്ചാത്തലത്തിൽ കേൾക്കുക. അല്ലാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ അല്ലാ മുഹമ്മദ് എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ അങ്ങനെയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഈ QR കോഡുകൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ, കുറേ ചിത്രങ്ങൾ അതിലേക്ക് ഇങ്ങനെ പിടിച്ചാൽ നേരെ സൈറ്റ് കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ നമ്മളെ താടി ഒരു QR കോഡാണ്. ആ QR കോഡിലൂടെ പിന്നീട് ആളുകൾ സഞ്ചരിച്ചെത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ അത്രയും അങ്ങനത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ്. സ്വാഭാവികമായും 22,000 മീഡിയകൾ ലോകത്ത് വ്യവസ്ഥാപിതമായി ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 22,000 മീഡിയകൾ. ആ 22,000 മീഡിയകൾക്ക് മുന്നിൽ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുന്ന, അപ്പോൾ CNN BBC ഒക്കെ 10,000-കണക്കിന് തവണ പുറത്തുവിട്ട ചില വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാശാലകൾ ചെയ്തു വിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഭീകരവാദം മുഖംമൂടി അഴിക്കുന്നു ഡോക്യുമെൻ്ററിയിലൂടെ. അതിൽ ചില മേഖലകൾ അനാവരണം ചെയ്യാൻ നമ്മുടെ വിസ്റ്റം മീഡിയ സ്കൂൾ വളരെ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക, അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പോണില്ല. ഈ 22,000 മീഡിയകളെ അഭിമുഖീകരിക്കാൻ മലയാളത്തിൽ എന്തുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഇസ്ലാമിക് ഓർഗനൈസേഷനുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചാനലുകൾ മുതൽക്ക് അല്ലാത്തതുവരെയുള്ളിടത്ത് എന്തുണ്ട് പരിഹാരം? അതിൽ വലിയൊരു പരിഹാരമൊന്നും അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാമിന് അതിൻ്റെ ശുദ്ധ സ്രോതസ്സിൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു എന്താ പറയുക, ഒരു നിമിഷം പോലും ശബ്ദിക്കാതെയാണ് പീസ് റേഡിയോ മുന്നോട്ട് പോയത് ഈ കാലഘട്ടം വരെ. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തുമാറാകട്ടെ. മനുഷ്യൻ്റെ ശുദ്ധ ശബ്ദത്തിന് സ്റ്റുഡിയോ റെക്കോർഡഡ് വോയിസ് മാത്രമേ റേഡിയോ സംപ്രേഷണം ചെയ്യാറുള്ളൂ. മനുഷ്യൻ്റെ ശുദ്ധ ശബ്ദത്തിന് മനുഷ്യൻ്റെ മസ്തിഷ്കത്തോട് ചിലത് പറയാൻ കഴിയും എന്ന വ്യക്തമായ ബോധ്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇസ്ലാമോഫോബിക്കായ ഒരു സാമൂഹിക സൃഷ്ടി, അതല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിനെതിരെയുള്ള അറ്റാക്ക്, അത് കൂടുതൽ ശക്തമായി നിലനിൽക്കും. അതിന് ചില കാരണങ്ങളുണ്ട്. ഒറ്റ കാരണം ഞാൻ പറയാം. അമേരിക്കയിൽ മാത്രം കോസ്മെറ്റിക്സിൻ്റെ, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, അമേരിക്കയിൽ മാത്രം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടക്കുന്നത് ഒരു വർഷത്തിൽ $491 ബില്യൺ ബിസിനസ്സാണ് അമേരിക്കയിൽ 2017 കാലഘട്ടത്തിൽ നടന്നത്. $491 ബില്യൺ എന്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ. അമേരിക്കയിലെ ഇസ്ലാം സ്വീകരണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് തൊട്ട് പിന്നിലുള്ള ക്രിസ്ത്യാനിറ്റിയെക്കാളും 71% വർധനവാണ് ഇസ്ലാമിനുള്ളത്. അതിൽ 65% സ്ത്രീകളാണ്. ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നതോടെ മാർക്കറ്റിന് വരുന്ന നഷ്ടത്രയാണ്. 65% സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അത്രയും ശക്തമായ അന്വേഷണങ്ങൾ. UK പോയ ഒരു സുഹൃത്ത്, നമ്മുടെ ടീം റേഡിയോയിലെ അംഗം, നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്ത് പറഞ്ഞത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ലഘുലേഖ കിട്ടി. അവിടുത്തെ ഇസ്ലാമിക പ്രബോധകരാണ്. പോലീസ് നിങ്ങളെ ചെക്ക് ചെയ്യും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലീസിന്റെ ഫോണിൽ നിന്ന് തന്നെ ഈ നമ്പറിൽ ഞങ്ങളെ വിളിച്ച് കൺഫേം ചെയ്തതിന്റെ ശേഷം സറണ്ടർ ആകാൻ പാടുള്ളൂ. പോലീസ് അതിന് നിങ്ങൾക്ക് അവസരം തരും. അത്രയും ശക്തമായ സെർച്ച് നടന്നിട്ടും പക്ഷേ അമേരിക്കയിലെ സ്വാഭാവികമായ ഇസ്ലാമിക പ്രബോധനം നടക്കുക എന്താ, ഓൺലൈനിൽ അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ആയിരക്കണക്കിന് വെബ്സൈറ്റുകളും ഓൺലൈൻ റേഡിയോകളും ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതിലൂടെയൊക്കെ ഇസ്ലാമിനെ അങ്ങനെ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ ഒരു വളർച്ചാ നിരക്ക് ഉണ്ടാകുമ്പോൾ, മാർക്കറ്റിന് ഇത്ര നഷ്ടം ഉണ്ടാകുമ്പോൾ കോർപ്പറേറ്റുകൾക്കാണ് ഈ നഷ്ടം മുഴുവൻ പോണത്. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഫണ്ടിങ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇവിടെയാണ് ഇൻഷാ അല്ലാഹ് മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും പൊതുസമൂഹത്തെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പീസ് റേഡിയോ പ്രോഗ്രാമുകൾ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നത് എന്ന കാര്യം നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തത്, പീസ് റേഡിയോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ. പീസ് റേഡിയോ എന്താ പറയുക, ആപ്പിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് കോഴ്സ് നിങ്ങൾക്ക് കാണാം. ഒരു പുതിയ കോഴ്സ് ജനുവരി 25 ആരംഭിക്കാനിരിക്കുകയാണ്.
ഞങ്ങൾ ഈ കഴിഞ്ഞ 9-ാം തീയതി മാത്രമാണ് ഫീൽഡ് വർക്ക് നടത്തിയത്, അതും വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം. പക്ഷേ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കൂ, കോഴ്സസ് എന്നുള്ള ഓപ്ഷനിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കൂ. പീസ് റേഡിയോ എന്ന സംവിധാനത്തെ മലയാളി സമൂഹം, ലോകത്തെമ്പാടുമുള്ള മലയാളി സമൂഹം എത്രത്തോളം നെഞ്ചേറ്റിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കിട്ടുന്ന എണ്ണമാണ് നിങ്ങളുടെ റോൾ നമ്പർ വരിക. നിങ്ങൾക്ക് അന്നൂർ എന്ന് പറയുന്ന കോഴ്സ് ഖുർആനിലെ ആദ്യ അക്ഷരം മുതൽ അവസാന അക്ഷരം വരെ പഠിക്കാനുള്ള, വിശദമായി പഠിക്കാനുള്ള കോഴ്സ്. അതിൽ നിങ്ങൾ സ്റ്റുഡൻ്റായി ചേരുമ്പോൾ ഒന്നല്ല, കോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡും അതുപോലെ തന്നെ റോൾ നമ്പറും കിട്ടും. 20,000-ൻ്റെ മുകളിലായിരിക്കും. അത്ര ആളുകൾ ഒരു ഫീൽഡ് വർക്കും ഇല്ലാതെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താ, ഇപ്പോൾ ഇന്ന് രാത്രി 10 മണിക്ക് ലൈഫ് എന്ന് പറഞ്ഞ കോഴ്സ് എഴുതുന്ന എത്ര ആളുകളുണ്ട്? 10,000-കണക്കിന് ആളുകളുണ്ട്. എന്താ, അസൈൻമെൻ്റ് അടക്കം 60-70 വയസ്സ്. എൻ്റെ ഉമ്മക്ക് 60 വയസ്സിൻ്റെ അടുത്തെത്തി. അവർ അസൈൻമെൻറ്റ് അയക്കേണ്ട സമയമായപ്പോൾ വിളിക്കണം, മോനെ ഇത് അസൈൻമെൻറ്റ് അയച്ചിട്ട് പോകണില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ചിരിച്ചു. ഇത്രയും പ്രായമായ ഉമ്മ അസൈൻമെൻറ്റ് അയക്കുകയാണ്. എൻ്റെ ഉമ്മൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, ഇവിടെ ടീം റേഡിയോയിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇഷ്ടം പോലെ തമാശ ഉണ്ട് പീസ് റേഡിയോൻ്റെ ഓഫീസിൽ. ആളുകൾ ടെക്നിക്കലി അറിവില്ലാത്തത് കൊണ്ട് ചോദിക്കുന്ന തമാശകൾ ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത്രയും ഡെപ്തിലാണ് പോണേ. എന്താ നിസ്കാരമാണ് പഠിപ്പിക്കണത്? എന്താ നിസ്കാരം? ഒറ്റ കാര്യം നമ്മൾ മലയാളി സമൂഹത്തോട് പറഞ്ഞോളൂ. എന്താ, 60 കൊല്ലം നിസ്കരിക്കും ഒരാൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. 60 കൊല്ലം നിസ്കരിക്കും, പക്ഷെ ഒരു റക്അത്ത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല, നബിൻ്റെ ഹദീസ്. എന്താ കാര്യം? പ്രാർത്ഥന തെറ്റിയിട്ടല്ല. റുക്കൂ ശരിയായിരിക്കും, പക്ഷേ സുജൂദ് ശരിയായിട്ടുണ്ടാവില്ല. സുജൂദ് ശരിയായിരിക്കും, റുക്കൂ ശരിയായിട്ടുണ്ടാവില്ല. ഒരാൾ ഇസ്ലാമിൽ അങ്ങോട്ട് നിരക്കും ചെറുപ്പം മുതൽ ജീവിച്ചിട്ട്, പക്ഷെ ഒരു റക്അത്ത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അതേ മലയാളി സമൂഹത്തോടെ നമ്മൾ പറഞ്ഞോളൂ. അപ്പോൾ എന്ത് ചെയ്തു? 20 മിനിറ്റ് ഡെയിലി ക്ലാസ്, 3 ചോദ്യത്തിന് ഉത്തരം അയക്കണം. അവസാനം പബ്ലിക് പരീക്ഷ ഉണ്ടാകും. ആദ്യത്തെ മൊഡ്യൂള് ഫസ്റ്റ് കോഴ്സ് നോമ്പായിരുന്നു. 52 ക്ലാസ്സിലൂടെയാണ് നോമ്പ് പഠിച്ചത് കേരളമല്ല, ലോകം, മലയാളികളുള്ള എല്ലാ സ്ഥലത്തും. ഹജ്ജിന് വേണമെങ്കിൽ നമുക്ക് കോഴ്സ് വേണം, ഉംറക്ക് വേണമെങ്കിൽ കോഴ്സ് വേണം. പക്ഷേ ഇതിന് വേണമെങ്കിലോ, നിസ്കരിക്കാൻ വേണമെങ്കിൽ കോഴ്സ് വേണ്ട. പക്ഷേ ആ കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോമ്പ് കഴിഞ്ഞു, നിസ്കാരത്തിലെ 22 കോഴ്സും അതിലെ വിജയികളെയും 70% മാർക്ക് കിട്ടിയ ആളുകൾ വിജയിച്ചവരുടെ റാങ്ക് ഹോൾഡേഴ്സിനടക്കം നമ്മൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ പുതിയ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 35ഓളം ക്ലാസ്സുകളുള്ള കോഴ്സ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ അറിയോ? മതപഠനത്തിന് അവസരം കിട്ടാത്തവർക്കുള്ള അവസരമാണ്. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 4 ലക്ഷത്തിലധികം രൂപ മാസം ചിലവുണ്ട്. പക്ഷേ ഈ ദിവസം വരെ അൽഹംദുലില്ലാ ഞങ്ങൾ കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഫീൽഡ് വർക്ക് എന്നുള്ള നിലക്ക് പോയി ഇറങ്ങിയിട്ടുള്ളത്. ബാക്കി 500 രൂപയും 1000 രൂപയും 50 രൂപയും ഞങ്ങൾ പറയാറ് തന്നെ അങ്ങനെയാണ്. 1 രൂപ നിങ്ങൾ തന്നാൽ 1 കോടി തരുന്ന മാനസികാവസ്ഥയോട് കൂടെ സ്വീകരിക്കുന്നതാണ്. കാരണം അത്രയും ശ്രോതാക്കളുള്ളതുകൊണ്ട് ഓരോരുത്തരും ചെറിയ ഓഹരി മനസ്സിൽ വിചാരിക്കുക, ഇത് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യാം. അങ്ങനത്തെ ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ നഷ്ടപ്പെടുന്നില്ല. ഞാനൊരു അനുഭവം പറയാം. ഒരു പക്ഷേ ആ സഹോദരി ഇവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ആരിസ് മൗലവി അദ്ദേഹം നമ്മുടെ ഒരു യോഗത്തിൽ പറഞ്ഞൊരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന്, ഇവിടെ പെരിന്തൽമണ്ണുള്ളൊരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ ചന്നി ബാധിച്ചിട്ട് ഒന്ന് ശ്രദ്ധ തെറ്റിയ അവരെ ശരീരത്തിൽ നിന്ന് പോയ കാഷ്ട അവർ തന്നെ തിന്നുന്ന അത്ര വിഷമത്തിലാണുള്ളത്, അത്ര പ്രയാസത്തിലാണ്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരു ക്ലാസ്സിനും പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. അതിനിടയ്ക്കാണ് ഞാൻ പീസ് റേഡിയോയെക്കുറിച്ച് അറിഞ്ഞതും പീസ് റേഡിയോ കിട്ടിയതും. അതോടുകൂടെ രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിലെ പാചകക്കാരി മുതൽ ആരോഗ്യ വിഷയം മുതൽ കുട്ടികളെ പരീക്ഷാ ചോദ്യപേപ്പർ അവലോകനം മുതൽ നിത്യജീവിതത്തിലെ സംശയങ്ങൾ മുതൽ കുടുംബരംഗത്തെ പ്രശ്നങ്ങൾ മുതൽ എല്ലാം അവരെ ഒരു ബോക്സ് വാങ്ങിയിട്ട്, ബ്ലൂടൂത്ത് ബോക്സ് വാങ്ങിയിട്ട് 70 റുപ്യക്ക് ഒരു ബോക്സ് വാങ്ങിയിട്ട് തുറന്നാണ് വെച്ചിരിക്കുകയാണ്. അവർ കഴുകാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ബോക്സ് അവിടെ കൊണ്ടേക്കും. അടുക്കളയിലാവുമ്പോൾ അവിടെ കൊണ്ടേക്കും, ബെഡ്റൂമിലാവുമ്പോൾ അവിടെ കൊണ്ടേക്കും. 24 മണിക്കൂർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരിക്കലും പഠിക്കാൻ അവസരമില്ലാത്ത നിരവധി ആളുകളുടെ അവസരമാണ് പീസ് റേഡിയോ. നോക്കൂ നിങ്ങൾ, ഒരു സഹോദരിയുടെ ഒരു നിലവിളിയാണ്, അങ്ങനെ തന്നെ പറയേണ്ടത്, ഒരു നിലവിളിയാണ് ഒരു ഓഡിയോ ആയിട്ട് ഒരിക്കൽ വന്നത്. അവർ പറഞ്ഞത്, എനിക്ക് ട്യൂമറായിരുന്നു, ബ്രെയിൻ ട്യൂമറായിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഭർത്താവ് നാട്ടിൽ വന്ന അവസാനം സാമ്പത്തിക ബാധ്യതകൾ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് പോയി. അപ്പോഴാണ് ആദ്യമായിട്ട് വാട്സാപ്പ് എടുക്കണം ഞങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിക്കാനൊക്കെ വേണ്ടി. അപ്പം ഞാൻ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാരികളുടെ ഫോണിൽ ഇങ്ങനെ ഒരു പച്ച കളറുള്ളൊരു എംബ്ലമുണ്ട് പ്രൊഫൈൽ പിക്ചറിൽ. ഇതെന്താണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പീസ് റേഡിയോ എന്ന് പറഞ്ഞ സംവിധാനത്തെക്കുറിച്ച് ഞാൻ അറിയണത്. എന്നിട്ട് അവർ കരയാണ്. അവർ കരയണത് റേഡിയോയിലൊരു പരിപാടി കേട്ടിട്ട്. അവർ പറയും, ഞാൻ കരഞ്ഞു. റേഡിയോയിലൊരു പരിപാടി കേട്ടിട്ടുള്ള അതുകൊണ്ടുണ്ടായ സ്വാധീനം കൊണ്ടല്ല, മറിച്ച് ഈ കാലം വരെ എനിക്കത് കിട്ടിയില്ലല്ലോ. അപ്പം നമ്മളൊരു പ്രൊഫൈൽ പിക്ചറിൽ കൊണ്ടുപോയിട്ട് പീസ് റേഡിയോൻ്റെ ഒരു ആഡ് ഇടുന്നത് പോലും
ഒരു സ്റ്റാറ്റസ് ഇടുന്നത് പോലും വലിയ കാര്യമാണ്. ഈ സംവിധാനത്തെ ആളുകൾ സഹായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലെ കുറഞ്ഞ മണിക്കൂറുകൾ കൊടുത്തിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കംപ്ലീറ്റ് ബിൽഡപ്പ് ചെയ്യണേ. ഇപ്പം ക്വിസ് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. ക്വിസ് കോമ്പറ്റീഷന് 50,000 ആൾ ഒന്നിച്ച് ക്വിസ് ഉത്തരയച്ചു. 50,000 ആളിൽ ഒരു മിനിറ്റ് കൊണ്ട്, ഒരു സ്വിച്ചിങ് കൊണ്ട് നമുക്ക് അവരിൽ 1, 2, 3 സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. 600 1000 ആൾ ഒന്നിച്ചു വന്നാൽ നമ്മൾ ഫോട്ടോ ഫിനിഷിങ്ങിൽ ടൈം നോക്കിയിട്ട് അതിലെ വിജയികളെ തീരുമാനിക്കും. ഇത് ആരുണ്ടാക്കിയതാ? നമുക്ക് അഭിമാനത്തോടെ പറയാം, എൻജിനീയറിംഗ് ക്യാമ്പസുകളിൽ നിന്ന് എൻജിനീയറിംഗ് സ്വന്തം ഉപജീവനത്തിന് വേണ്ടി പഠിച്ച നമ്മളെ കുട്ടികൾ അവരുണ്ടാക്കിയതാണ് ഇതൊക്കെ. അവരുണ്ടാക്കിയതാണ് ഈ സിസ്റ്റമൊക്കെ. ചില ആളുകൾ അങ്ങനെ സഹായിക്കുക. വേറെ ചില ആളുകൾ എന്താ, സ്വന്തം ഫേസ്ബുക്കിൻ്റെ ടൈം ലൈനിൽ കൊണ്ടുപോയിട്ട് ഡെയിലി പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം പോസ്റ്റ് ചെയ്യും. അതാണ് അവർ ചെയ്യുന്ന സഹായം. വേറെ ചില ആളുകൾ എന്താ ചെയ്യുക, 1000 മുതൽ 1,00,000 വരെ മാസം നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു 17,000 18,000 രൂപ ഞാൻ തരാമെന്ന് പറയുന്നവരുണ്ടാകും. ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലായിരിക്കും സഹായിക്കാൻ കഴിയുക. ഇനി നോക്കൂ നിങ്ങൾ, ഏകാന്തതയിലെ നല്ലൊരു കൂട്ടുകാരനാണ് പീസ് റേഡിയോ എന്നാണ്. ഏകാന്തതയിലെ നല്ല കൂട്ടുകാരനാണെന്നാണ്. ഒരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് എന്താ അറിയോ? അവർ മെഡിസിൻ പഠിക്കായിരുന്നു. ഈ ചിലതൊക്കെ ടെക്സ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ വരുന്നുണ്ടാകും. അതിൻ്റെ ടൈമും കാര്യമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനറിയോ, ഞാൻ പറയുന്നത് നിങ്ങളാരെങ്കിലും വിശ്വസിക്കാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചിലതൊന്നും പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് വിശ്വസനീയത തോന്നില്ല, അത്ര വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് നമ്മളൊന്നുമല്ല നടത്തുന്നത്, ഇത് നമ്മളല്ല നടത്തുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. സമയമുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പിന്നീട് പറയാം. ആ പെൺകുട്ടിൻ്റെ 2 കാലും മുറിച്ചു. മെഡിസിന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. മെഡിസിൻ്റെ പഠനമൊക്കെ ഒഴിവാക്കി അവർ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അവർക്കിപ്പോൾ ആകെയുള്ള കല്യാണം മുടങ്ങി, നിശ്ചയിക്കപ്പെട്ട കല്യാണമൊക്കെ മുടങ്ങി വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ആകെയുള്ള ആശ്വാസം റേഡിയോ ആണ്. അവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്ന, അവർക്ക് ജീവിക്കാൻ പ്രേരണ കൊടുക്കുന്ന കാര്യം പീസ് റേഡിയോ ആണ്. ഇതുപോലെ അന്യ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചതിന് ശേഷം കുടുംബത്തെ എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അയച്ച ഒരു മനോഹരമായ മെസ്സേജ് ഉണ്ട്. എന്താ, ഞാൻ രാവിലെ മലയാളമായി ഞാൻ കേൾക്കുന്നത് മാത്രമാണ്. ജോലി തുടങ്ങുന്നതിൻ്റെ മുമ്പ് രാവിലെ കുറച്ച് നേരം ഞാൻ ഇരുന്ന് കേൾക്കുമെന്നാണ് അവർ കൊടുത്ത ടെക്സ്റ്റിലുള്ളത്. ഇതുപോലെ തന്നെ അശാന്തമായ തുരുത്തുകളിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അശാന്തമായ തുരുത്തുകളിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ റേഡിയോ അങ്ങനെ തുറന്നു വെച്ച് കേൾക്കുകയാണ്. പാരലൈസ് ചെയ്യപ്പെട്ട, തളർന്നു കിടക്കണ ഇങ്ങനെയുള്ള രോഗികളും ഒക്കെ ആയ 100 കണക്കിന് ആളുകൾ. ഞങ്ങൾക്കറിയാം അവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനൻ്റെ ശക്തി കൊണ്ടാണ് ഈ കൂട്ടായ്മ പോണത്. 9 കൊല്ലമായി വൺ സൈഡഡായി ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഒരാളെ ഞാൻ ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ സ്പീച്ച് ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. ഞാൻ ഖുത്ബ പറഞ്ഞിരുന്ന പള്ളിയിൽ ഉണ്ടായിരുന്നൊരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം ഇങ്ങനെ കടന്ന് റേഡിയോ അങ്ങനെ കേൾക്കുകയാണ്. അൽഹംദുലില്ലാ മൗലവി, രോഗം വന്നതുകൊണ്ട് ഇപ്പോൾ റേഡിയോ കേൾക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അൽഹംദുലില്ലാ മൗലവി, രോഗം വന്നതുകൊണ്ട് ദീനിയായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്തായാലും മരിച്ചു പോകും, സംശയമൊന്നുമില്ല അല്ലേ? ഇങ്ങനത്തെ മാനസികാവസ്ഥകളിലേക്ക് ആളുകളെ അൽഹംദുലില്ലാ നമ്മുടെ സംവിധാനം എത്തുന്നു എന്നത് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന്, സംശയ ദൂരീകരണത്തിനുള്ള അവസരം എന്നുള്ളത് തന്നെയാണ്. സംശയ ദൂരീകരണത്തിന് ഡെയിലി 100 കണക്കിന് ചോദ്യങ്ങളാണ് വരിക. അല്ലിജാബ എന്ന് പറയുന്ന ചോദ്യോത്തര സെഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ആളുകൾ എന്താ അങ്ങനെയൊക്കെ ചോദിക്കണത്. വളരെ ചെറിയ സംശയങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര ദീനിയായി ഇത്തരം കാര്യങ്ങളിൽ വിവരമുള്ളൂ എന്നതിൻ്റെ അർത്ഥം. ഏറ്റവും കൂടുതൽ റേഡിയോക്ക് ശ്രോതാക്കളുള്ള ഒരു മേഖല എന്ന് പറയുന്നത് അൽ ഇജാബ എന്ന് പറയുന്ന ചോദ്യോത്തര സെഷനാണ്. ഒരു ചോദ്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരൻ്റെ ചോദ്യമാണ്. അവരെഴുതിയത് എന്താണെന്നറിയോ? അവരെഴുതി, ഞാൻ ഉംറക്ക് പോകാൻ വേണ്ടി കുറച്ച് ക്യാഷ് റെഡിയാക്കി വെച്ചിരുന്നു. അതൊരാൾക്ക് കടം കൊടുത്തു. ആ കടം കൊടുത്ത പൈസ പക്ഷെ തിരിച്ചു തരേണ്ട സമയമായപ്പോൾ അയാൾക്ക് തരാൻ പറ്റിയില്ല. അയാളൊരു ആക്സിഡൻറ്റ് പെട്ടു. ഞാൻ ഉള്ള സ്വർണം പണയം വെച്ച് ഉംറക്ക് പോയി. എൻ്റെ ഉംറ സ്വീകരിക്കുമോ? ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ എടുക്കാൻ പാടില്ല എന്ന്. എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഉത്തരം പറയണമെന്നാണ്. പാരിസ് മൗലവിയോട് പറഞ്ഞു, നിർബന്ധമായിട്ട് ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകില്ല. ഇങ്ങനത്തെ എത്രയോ മെസ്സേജസ് നമുക്കറിയാം. എത്രയോ മെസ്സേജസ്. സ്വന്തം ഭർത്താവ് സ്വന്തം ഉമ്മയുമായി ചാറ്റ് ചെയ്തത് ഒരു സ്ത്രീ കണ്ടുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. ശൈത്താനാണ്. ശൈത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താ? അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ ജീവിക്കണ്ട എന്നുള്ള ഓപ്ഷനാണ്. ജീവിക്കണ്ട എന്നുള്ള ഓപ്ഷൻ. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചു എന്നുള്ളത് പീസ് റേഡിയോ ചെയ്ത വലിയൊരു ദൗത്യമാണ്.
അവർക്ക് ആ വിഷയത്തിൽ വഴി കാണിച്ചു എന്നുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് വഴി കാണിച്ചു എന്നുള്ളത് പീസ് റേഡിയോ അവർക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. മറ്റൊന്ന്, സ്വകാര്യങ്ങൾ പങ്കുവെക്കാനുള്ള നല്ലൊരു ഇടമാണ് റേഡിയോ എന്നുള്ളതാണ്. അയക്കും നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ പെട്ടുപോയ ആൾക്കാർ ഒരു ഹായ് മെസ്സേജിൽ നിന്നാണ് തുടങ്ങിയത്, ഒരുപാട് ദൂരെത്തി, സഹായിക്കണം, രക്ഷിക്കണം, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോൺ സൈറ്റുകൾ ഇഷ്ടം പോലെ കാണുന്ന ആളാണ്, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരാളെ മനസ്സിൽ വിചാരിക്കാതെ എനിക്കെൻ്റെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ള ഞാൻ എന്ത് ചെയ്യും. റേഡിയോ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മെയിലിൽ നിന്ന് ഞാൻ കണ്ടൊരു ചോദ്യമാണ്, എൻ്റെ പേഴ്സണൽ മെയിലിൽ ഞാൻ കണ്ട ചോദ്യമാണിത്. അപ്പോൾ ആരിസ്മോനോട് പറഞ്ഞപ്പം നമുക്കെന്ന് ആ വിഷയം ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്നേഹക്കൂടിൽ മണിയറ എന്ന് പറയുന്ന എപ്പിസോഡ് രക്ഷിതാക്കളോട് പറഞ്ഞു, കുട്ടികൾ കേൾക്കേണ്ടതില്ലാത്ത ഒരു ചർച്ചയാണ് ഇന്ന് നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, ഇപ്പോൾ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് പിന്നീട് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആമുഖം കൊടുത്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അദ്ദേഹം പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ വലിയ ഉപകാരം ചെയ്തത് 17 കൊല്ലമായി നടക്കുന്ന ഒരു തെറ്റാണ് അൽഹംദുലില്ലാ തിരുത്തിയത്. ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടൊരു 3 പോയിൻ്റ് ഉണ്ടായിരുന്നു. പോയിൻറ്റിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകണില്ല. അതോടുകൂടെ ഞാനും എൻ്റെ ഭാര്യ അങ്ങേയറ്റത്തെ സംതൃപ്തിയിലാണ്. അപ്പം ഇങ്ങനെ ആളുകൾക്ക് ഒരു പണ്ഡിതൻ്റെ മുമ്പിൽ പോയി മുഖാമുഖം ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് കാണാം, ആ ടെക്സ്റ്റ് ഞാൻ ചെറിയൊരു എഡിറ്റിങ്ങിന് വിധിയാക്കിയിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പേര് പുറത്തേക്ക് വരാവുന്ന രീതിയിലുള്ളൊരു വാചകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജനറൽ പബ്ലിക്കിനോട് പറയേണ്ടതില്ലാത്ത ആ വിഷയത്തിലൊരു ഇസ്ലാമികമായ നിയമം, ഒരു സ്വാഭാവികമായ ഒരു സെക്കുലർ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു വാചകം, അതും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ഇവ ചെയ്തിട്ടില്ല. രണ്ടാളും പ്രണയത്തിലായി രജിസ്റ്റർ മാരേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലാണ് ഇതൊക്കെ തെറ്റാണ്. ആരോ ഒരാൾ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, മനസ്സിലായി. അപ്പോൾ ചോദിക്കണം, സഹായിക്കണം, 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, ഇല്ലെങ്കിൽ വിവാഹിതരായ ആളുകൾ അവർക്ക് ഇത്തരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, അത് ഏറ്റെടുക്കാൻ വരെ ഞങ്ങൾ റെഡിയാണ്, മതപരമായ ആ വിധി ഏറ്റെടുക്കാൻ വരെ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ അവരെ നമ്മുടെ പണ്ഡിതന്മാർ വിളിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും അവരെ ശരിവശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഭർത്താവിൻ്റെ പിതാവ് മോശമായി പെരുമാറി, എന്നെ നിങ്ങൾ സഹായിക്കണം, ഞാനിതിൽ എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടത് തുടങ്ങി ജീവിതത്തിൽ ഒരുപക്ഷെ ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്, ഒരുപാട് ടെക്സ്റ്റുകൾ മാറ്റിയിട്ടുണ്ട്. താരതമ്യേന നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ തന്നെയാണ് പറയണത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എപ്പിസോഡ് വന്നിരുന്നു, പീസ് റേഡിയോയിലെ ഒരു എപ്പിസോഡ് വന്നിരുന്നു. എന്താ, കൂടണയാത്ത ഇണക്കിളികൾ എന്നുള്ളതായിരുന്നു. പ്രവാസികൾ ആയ വ്യക്തികൾ അവർ കുടുംബ വീടുകളിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത ഒരു സഹോദരി അവരുടെ ഒരു മനസ്സ് അവർ തുറന്നങ്ങോട്ട് എഴുതിയപ്പോഴായിരുന്നു സ്നേഹക്കൂട് എന്ന് പറയുന്ന ആരിസ് ബിൻ സലീം ഒക്കെ പങ്കെടുക്കുന്ന ചർച്ചയിൽ ആ ഒരു വിഷയം വന്നത്. അദ്ദേഹം അൽഹംദുലില്ലാ നാട്ടിലെത്തി സന്തോഷപൂർവ്വം അവരുടെ കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പല ടി വികളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ ചിലപ്പോഴൊക്കെ കാണാം, കഥയില്ലത് ജീവിതം എന്ന് പറഞ്ഞിട്ട് ചില പ്രോഗ്രാംസ്, കുറേ അഭിനയങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കൂട്ടിയാണ്. കഥയില്ലത് ജീവിതം എന്നുള്ള സംഭവം പീസ് റേഡിയോ തുടങ്ങുകയാണെങ്കിൽ ഒരു സംശയമല്ല, അത്ര ആയിരക്കണക്കിന് കേസസ് ആണ്. പക്ഷേ ഒരു വ്യക്തിയുടെയും പേരോ മറ്റു കാര്യങ്ങളോ പുറത്തു വരാത്ത രീതിയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ പലപ്പോഴും കുടുംബത്തിലെ മധ്യസ്ഥനായി റേഡിയോ മാറാറുണ്ട്. മരുമകളും അമ്മായിമ്മയും തമ്മിലുള്ള പ്രശ്നം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം, ഓക്കെ, നല്ല രസമുള്ളൊരു അനുഭവം എനിക്ക് പറയാൻ പറ്റും. ഭാര്യയും ഭർത്താവും പരാതി അയച്ചു. അപ്പോൾ ഒരേ ഫോണിൽ നിന്ന് വന്ന സംഭവമായതുകൊണ്ട് ഏകദേശം നമുക്ക് മനസ്സിലായി ഇത് രണ്ടാളും പരസ്പരം അറിയാതെ അയച്ച്. അപ്പോൾ നിങ്ങൾ ചോദ്യം അയച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ ചോദ്യം എന്നുണ്ട്. മിക്കവാറും നമുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചോദ്യം അയച്ച ആളുകൾക്ക് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുണ്ട് കേൾക്കാൻ അവർക്ക് മാത്രം നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ ഈ ഒരു സംഗതി രണ്ടാളും എന്ത് ചെയ്തു, രണ്ടാളെയും കേൾപ്പിക്കാൻ വേണ്ടി റേഡിയോക്ക് നല്ല ഉച്ചത്തിൽ തുറന്നു വെച്ച് ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, നീ റേഡിയോക്ക് ചോദ്യം അയച്ചിരുന്നോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ അയച്ചിരുന്നോ എന്ന് വെച്ച്. രണ്ടാളും തമ്മിൽ സുല്ലായിൻ്റെ ശേഷം നമ്മൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വൻ ചതിയാണ് നിങ്ങൾ കാണിച്ചത്. ഇതേപോലെ പലപ്പോഴും നമ്മളെ വീടിൻ്റെ പിന്നാമ്പുറത്ത് എന്താ വന്ന് നിൽക്കലുണ്ട്, ഞങ്ങളിപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കലുണ്ടെന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ തുറന്ന് അവരുടെ വിഷയങ്ങൾ എഴുതുന്നുണ്ട്, ആ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുന്നു എന്നുള്ളത് മാത്രമാണ് അൽഹംദുലില്ലാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് പരിപാടി ഇന്നലെ നടന്നു. ഓൺലൈനിൽ ഇന്നലെ നമ്മൾ എടുത്തത് പെൺകുട്ടികൾക്കുള്ള ആശങ്ക എന്നായിരുന്നു. പെൺകുട്ടികൾക്കുള്ള ആശങ്ക, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കുള്ള ആശങ്ക. അപ്പോൾ കുട്ടികളിങ്ങനെ തരുകയാണ്, നമ്മൾ ബ്ലാങ്ക് പേപ്പർ കൊണ്ടിരുന്നാലും കുട്ടികളിങ്ങനെ ടെക്സ്റ്റ് അടിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ മനസ്സ് എത്രത്തോളം വികലമാണെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ വിവാഹ ബന്ധവിച്ഛേദങ്ങൾ, ചില ന്യൂ ജനറേഷൻ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് 10ഓളം എപ്പിസോഡ് സ്നേഹക്കൂടിൽ
പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. ഹാരിസ് മൗലവിയായിട്ടുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി കട്ടിമീശ ഇല്ലാത്തത് കൊണ്ടാണ് അവൾ വിവാഹമോചനം വാങ്ങിയിട്ട് പോകുന്നത്. ബൈക്കിൽ ചെത്തുന്നില്ല, മൂപ്പർക്ക് കട്ടിമീശല്ല, എൻ്റെ സങ്കല്പത്തിലെ ഭർത്താവല്ല എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലായതിൽ നിന്ന് തന്നെയാണ് ഓൺലൈൻ കൗൺസിലിംഗ് പോലത്തെ സെഷനുകളിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. വളരെ പരസ്യമായി ചർച്ച ചെയ്യുന്നു എന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഈ കുട്ടിയാണ് ചോദിച്ചത്, നമ്മൾ അപ്പാക്ക് പോലും മനസ്സിലാകാത്ത വിധം കാര്യങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, പഠനം അസാധ്യമായ സമയങ്ങളെ നമ്മൾ സാധ്യമാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വണ്ടി ഇറങ്ങിയിട്ട് ബസ് ഇറങ്ങിയിട്ട് വേഗം ഒരു ഓട്ടോറിക്ഷ കയറി പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തേണ്ടതുണ്ടായിരുന്നു. അവിടെ ചില അത്യാവശ്യങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് കയറി പോവാണ്. അപ്പോൾ സരോജിനി സ്കൂളിൻ്റെ ഇപ്പുറത്ത് പീസ് റേഡിയോൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടീൻ്റെ സ്പീഡ് പറഞ്ഞു. അയാൾ ചോദിച്ചു, നിങ്ങൾ റേഡിയോൻ്റെ ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റേഡിയോൻ്റെ ഓഫീസിലൊക്കെ പോകാറുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ 100 കണക്കിന് ആളുകൾക്ക്, 100 ആൾക്ക്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്, ഞാൻ 100 ആൾക്കെങ്കിലും കയറ്റി കൊടുത്തിട്ടുണ്ടാവും എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറണേ. അപ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ എത്ര ആൾക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ്. നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മൾ എത്ര ആളുകൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. നോക്കി നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയണത് ഇതൊരു സംഭവമാണ്. ഞാൻ രാവിലെ കുറച്ച് നേരം കൃഷിപ്പണി ഉണ്ട്, അരയിൽ റേഡിയോ ഓൺ ചെയ്തിട്ടാണ് കെട്ടിയിട്ടാണ് പണിയെടുക്കും. അതുകൊണ്ട് ഫുള്ള് രാവിലത്തെ എല്ലാ ചർച്ചയും കേൾക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ സുഹൃത്തുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ നോക്കുമ്പോൾ പറമ്പെന്ന് റബ്ബർ തോട്ടത്തു നിന്നുണ്ട് ഇങ്ങനെ റേഡിയോ ശബ്ദിക്കണേ. മൂപ്പര ഫോണ് രാത്രി 3 മണിക്ക് ഓണായതെന്ന് ആദ്യം വിചാരിച്ച്, പിന്നെ നോക്കുമ്പോൾ മൂപ്പര റേഡിയോ അല്ല, ഫോണല്ല. അപ്പോൾ വീടിനോട് ചാരിയിട്ടുള്ള പറമ്പെന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്താ റബ്ബർ വെട്ടുന്ന ആൾ റേഡിയോ അങ്ങനെ കേട്ടിട്ട് മൂപ്പര അങ്ങനെ റബ്ബർ വെട്ടുകയാണ്. നല്ല സാമ്പത്തിക പിൻബലമുള്ള ഒരാൾ മൂപ്പര ജിംനാഷ്യത്തിൽ ഈ റേഡിയോ ഓണോ ഇപ്പോൾ മ്യൂസിക്കിന് പകരം ഓൺ ചെയ്ത് വെക്കണേ. മോർണിംഗ് വാക്കിലാണ് മൂപ്പര് റേഡിയോ കേട്ടുകൊണ്ടിരിക്കണേ. മോർണിംഗ് വാക്കിൻ്റെ സമയത്ത് റേഡിയോ ഓൺ ചെയ്തിട്ട് അങ്ങനെ കേൾക്കും. എന്താ കാര്യം? അയാൾക്ക് വേണ്ടത് കേൾക്കാം, റിവൈൻഡിൽ നിന്ന് അയാൾക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത് കേൾക്കാം. ഒരു നിർബന്ധമുള്ള ലൈവ് അപ്പം നടക്കുന്ന പരിപാടി കേൾക്കണമെന്നില്ല. റിവൈൻഡിൽ മൂപ്പർക്ക് ഇഷ്ടമുള്ളത് കേൾക്കാം, അതാ സൗകര്യം. റേഡിയോൻ്റെ ഷെഡ്യൂൾ ഒന്നും വരും, ആ ഷെഡ്യൂളിൽ വേണ്ട സാധനങ്ങൾ നോക്കിയെടുത്തിട്ട് റിവൈൻഡിൽ പോയിട്ട് അത് കേട്ടാൽ മതി. 11 മണിയാണെങ്കിൽ ഒരു 11:05 കൂടെ റിവൈൻഡിൽ പ്രോഗ്രാം ഉണ്ടാകും. ഇങ്ങനെ ഓരോരുത്തരും അവരുടേതായ വഴികൾ കണ്ടെത്തുകയാണ്. വിരസമായ യാത്രകൾ, മണിക്കൂറുകൾ നീളുന്ന വിരസമായ യാത്രകളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ATM കൗണ്ടറിൻ്റെ മുമ്പിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇടപെടുന്നൊരു മേഖല നമ്മളല്ലാത്തൊരാളെടുത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. ATM കൗണ്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കാരണവരങ്ങനെ റേഡിയോ കേൾക്കുകയാണ്, ATM കുത്തിയിട്ട് പൈസ എടുത്ത് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു 6 മാസം പണിയെടുക്കാനുള്ള ആവേശമാണ് കിട്ടുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെട്ട്, അപ്പോൾ മൂപ്പരെന്താ അറിയോ, ഇവിടുന്ന് കോഴിക്കോട് പാളയം മാർക്കറ്റിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരണേ, അല്ലെങ്കിൽ അങ്ങനത്തെ ചരക്ക് ലോറിയിലെ ഡ്രൈവറാണ്. അദ്ദേഹം വണ്ടിയിൽ സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരൊപ്പം എല്ലാ റൂമിലും ബോക്സ് സെറ്റ് ചെയ്യാണ്. വീടുണ്ടാക്കുമ്പോൾ വീട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുക്കളയിലെ ജോലിക്കിടയിൽ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, വീടിൻ്റെ പെയിൻറ്റിങ് നടക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുണ്ടാക്കുന്ന വീട്ടിൽ നമ്മളല്ലാതെ ഒരാൾ റേഡിയോ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊരു ഇടയ്ക്ക് തോന്നുന്നത് ഒരു മുജാഹിദിൻ്റെ റേഡിയോ ആണെന്ന്. പക്ഷെ മുജാഹിദിൻ്റെ ഒന്നും അല്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സുന്നിയാണ്, പക്ഷേ ഞാനത് കേൾക്കലുണ്ട്. അപ്പോൾ ഇത് മുസ്ലിം സംഘടനാ കൂട്ടായ്മകളുടെ അസ്പർശ്യതകളും പരസ്പരം തൊട്ടുകൂടായ്മകളും തിരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് അൽഹംദുലില്ലാഹ് നമുക്കുള്ള വലിയൊരു നേട്ടമാണ്. അത് വിസ്ഡം എന്ന കൂട്ടായ്മ രൂപപ്പെട്ടു വന്നതിൻ്റെ ശേഷം നമ്മുടെ തലത്തിലുണ്ടായ ശക്തമായ ചർച്ചകളുടെ റിസൾട്ട് തന്നെയാണ്. അല്ലാതെ പീസ് റേഡിയോയിലെ ഏതെങ്കിലും 2-3 ആളുകളുടെ കാഴ്ചപ്പാടൊന്നുമല്ല. മറിച്ച് ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജനങ്ങളോടുള്ള നസീഹത്ത് അത് ശക്തമായി നിലനിർത്തി പോകണം എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് ഇത്തരം നന്മകൾ യഥാർത്ഥത്തിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അവസരം കൊടുത്ത ഒരുപാട് ആളുകൾക്ക് പറയണ്ടാകും അവർ നേരിട്ട് കണ്ട അനുഭവങ്ങളും അതുപോലെ തന്നെ അവർക്കുണ്ടായ സന്തോഷങ്ങളൊക്കെ. എത്രയോ ആളുകൾ, ഞാനൊരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കാലിലൊരു തരിപ്പുണ്ടായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് നിങ്ങളറിയാം, ഞാൻ നിങ്ങളുടെ പ്രോഗ്രാംസ് റേഡിയോയിൽ കേൾക്കാറുണ്ട്. എന്നിട്ട് മുമ്പ് പറയാം, ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ ചെന്ന് ഭയങ്കര ഞങ്ങൾ തമ്മിൽ ലഹളയാണ്, ഭയങ്കര വർത്തമാനം. അപ്പോൾ ഞാൻ വെറുതെ റേഡിയോ ഓൺ ചെയ്തപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രണ്ടാളും ഉണ്ടാതായി ഒക്കെ കേട്ടിൻ്റെ ശേഷം ചോദിക്കണേ, ഇയാളെ പോയി ഇരിക്കണ ക്ലിനിക്ക് നടത്തുന്ന വേറെ നമ്മളുടെ സുഹൃത്തുണ്ട്,
ഓന് റെക്കോർഡ് ചെയ്ത് കൊടുത്തയച്ചതേക്കാറല്ലേ. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെ ഓരോ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന ആളുകൾക്കും വ്യത്യസ്തമായ ഉപകാരങ്ങൾ കിട്ടുന്ന നല്ല പ്രോഗ്രാംസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഇതേപോലെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ, ഹിന്ദി 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ചോദ്യപേപ്പറിൻ്റെ ഓഡിയോ ഞങ്ങളെ സ്കൂൾ ഗ്രൂപ്പിലിട്ടത് എൻ്റെ ഒരു സഹപ്രവർത്തകയായിരുന്നു, മുസ്ലിമാർ സഹപ്രവർത്തകയായിരുന്നു. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ഫോൺ കമ്പനിയുടെ മാനേജേഴ്സ് മാത്രമുള്ള ഗ്രൂപ്പിൽ സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡ് വന്നു. അപ്പോൾ റേഡിയോ അതിൻ്റെ ഓഡിയോ പുറത്തിടും, ആളുകൾ റെക്കോർഡ് ചെയ്ത് പുറത്തിടേണ്ടതില്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. കാരണം ഹൈ ക്വാളിറ്റി ഓഡിയോസ് എടുക്കാൻ ഒരുപാട് റിസ്ക് എടുത്താണ് സ്കോളേഴ്സ് വരുന്നത്, നല്ല സാമ്പത്തികം ചിലവാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ഓഡിയോ നമ്മളെ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് റേഡിയോ തന്നെ വേണ്ടതൊക്കെ പുറത്തുവിടാന്നാണ് നമ്മുടെ ലൈന്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഇതിട്ടത് ആരാ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായ ഒരു സുഹൃത്താണ്. അദ്ദേഹം റേഡിയോയിൽ ഒരു ഫോൺ വെച്ച് കേൾക്കുന്നു, മറ്റേ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോണത്. അപ്പം മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ എത്തുന്നു. അതുപോലെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ഹമീദ് സാർ പറഞ്ഞു, അവരെടുത്ത് പോവുകയും അവർ ഓട്ടത്തിലാണ്. അപ്പം അവരോട് കുറച്ച് കാര്യം നമുക്ക് പറയണ്ട്, അത് നമ്മൾ പറയുന്നു നിങ്ങൾ കാറിൽ ഇത് കേൾക്കണം, ഇന്ന പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ്. അവരെ നമ്മൾ പ്രത്യേകം അപ്ഡേറ്റ് ചെയ്യുന്നു, അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർക്ക് പ്രത്യേകം അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നു. കരിയർ രംഗത്ത് എന്താ പറയുക, വ്യത്യസ്തമായ കോഴ്സുകളുടെ പരിശീലനങ്ങളുണ്ട്, PSC പരിശീലനങ്ങളുണ്ട്. റേഡിയോ മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രാമാണ്, PSC പരിശീലനങ്ങളുണ്ട്. കരിയർ സംബന്ധിച്ച കാര്യങ്ങൾ, ഓരോ സമയത്തുള്ള സ്കോളർഷിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ, ഇതൊക്കെ അൽഹംദുലില്ലാഹ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പിന്നെ പൊതു നന്മകൾക്കുള്ള പിന്തുണ. ഇപ്പോൾ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയൊരു വർക്ക് ഉണ്ടായിരുന്നു. ഓരോ പാലിയേറ്റീവ് ക്ലിനിക്കിൻ്റെ ഒരു തനിമ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള പ്രത്യേകത എന്താ, ഡ്രൈവേഴ്സ് പാനൽ. വണ്ടിക്കൊരു ഡ്രൈവറെ വെച്ചിട്ടില്ല, മറിച്ച് ഓരോരുത്തർ ഓരോ ദിവസം ഡിവൈഡ് എടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗൾഫ് റിട്ടേൺ ആയ കുറേ ആൾക്കാരുണ്ട്, അവർ ഡെഡിക്കേറ്റഡ് ആണ്, ആ ദിവസം അവർ നോക്കും വണ്ടി. ഇത് ഞങ്ങളുടെ നാട്ടിലൊരു നന്മയാണ്, ഇത് വേറൊരു നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ലോകത്തെ വ്യത്യസ്ത ആളുകൾക്ക് മെസ്സേജ് എത്തിക്കുന്ന വിധമുള്ള കുറേ നല്ല സംവിധാനങ്ങൾ, പൊതു നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ ആരോഗ്യ രംഗത്തെ നിരവധി പരിപാടികൾ. ആദരണീയനായ ഹോങ്കോളജിയിലെ RCCയിലെയൊക്കെ വളരെ സമർത്ഥരായ ഡോക്ടേഴ്സ്, അവർ മുതൽക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ വരെയുള്ളവർ വളരെ ഡെപ്തുള്ള കണ്ടൻറ്റുകൾ സമൂഹത്തിന് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലിജാബ പോലെ ഒരു പുതിയ സംരംഭം ആളുകൾക്ക് അവരുടെ രോഗത്തെ സംബന്ധിച്ച അന്വേഷണങ്ങൾക്കും അതിൻ്റെ ഒരു കൗൺസിലിങ്ങിനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ചില പരിപാടികൾ സംബന്ധിച്ച വളരെ നല്ല ചിന്തകളിലേക്കും ആലോചനകളിലേക്കും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു മണിക്കൂറുകളെടുത്ത് എനിക്ക് നിങ്ങളടുത്ത് പറയാൻ സാധിക്കും, അത്രയും വിപുലമായ രീതിയിൽ റേഡിയോ ഈ സാമൂഹിക മനസ്സിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് അതിൻ്റെ കേൾവിക്കാരായി മാറുകയും നമ്മളതിൽ ഇടപെട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ബോധ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എത്താൻ സാധിക്കും. ഒരു നിമിഷം പോലും മ്യൂസിക്കില്ല. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്, കുട്ടികളുടെ കഥ, കവിത. അപ്പോൾ മൈ വോയിസ് ഓഡിഷൻ എന്നുള്ള പേരിൽ ചെറിയ കുട്ടികളെ അവതാരകരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. കേരളത്തിലെ ന്യൂസ് ചാനലിലുള്ളത് 20% ആൾക്കാർ മാത്രമാണ്. കേരള പോപ്പുലേഷൻ്റെ 20% ആണ് മൊത്തം ചാനൽ കാണുന്നത്. ബാക്കി 80% നിങ്ങളെടുത്താൽ ഒന്നുമല്ല, ജസ്റ്റ് ഇത് വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം എടുക്കുന്നു, രാത്രി ഒരു 7 മണി എടുക്കുന്നു. 7 മണി എടുത്തിട്ട് പീക്ക് ടൈം, ന്യൂസ് ചാനലുകളുടെ പീക്ക് ടൈം ആണല്ലോ, അതിൻ്റെ യൂട്യൂബ് വ്യൂവർഷിപ്പ് നിങ്ങൾ നോക്കുക. എന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് എവിടെയാണ്? എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലാണ്. എങ്കിൽ ഹലാലായ എൻ്റർടൈൻമെൻറ്റ് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുമെന്ന ഒരു പുതിയ കൺസെപ്റ്റിലൂടെയാണ് പീസ് റേഡിയോ ചില പുതിയ മുന്നേറ്റങ്ങളിലേക്ക് ഒരുങ്ങുന്നത്. ആളുകൾക്ക് ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാം, അതിനെ വിജ്ഞാനത്തോടൊപ്പം വിനോദം എന്നാണ് പീസ് റേഡിയോയുടെ ക്യാപ്ഷൻ. വെറും വിനോദമാവില്ല അത്, പക്ഷേ വിനോദമാകും, വിജ്ഞാനം കൂടി കൊടുക്കും. ടെലിക്വിസ് പ്രോഗ്രാം അടക്കമുള്ള ചില ടെസ്റ്റ് റണ്ണുകൾ നമ്മൾ നടത്തിയിരിക്കുകയാണ്. ഫോണിൻ്റെ ഒരു അഡിക്ഷനിൽ അകപ്പെട്ട കുട്ടികളെ അവരുടെ പ്രസംഗത്തിലേക്കും കലയിലേക്കും പാട്ടിലേക്കും ഒക്കെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് അൽഹംദുലില്ലാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈദിൻ്റെ ഭാഗമായിട്ട് ഈദ് കാർഡ് നിർമ്മാണം കൊടുത്തു. 100 കണക്കിന് കുട്ടികൾ ആണ്, മുതിർന്നവർക്കും ചാൻസ് കൊടുത്തു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു, മോനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടി വെക്കണം എന്ന് പറഞ്ഞു. എന്തേ? ഉമ്മ കുട്ടികളോട് പറഞ്ഞു, ഒരു 10-25 കാർഡെങ്കിലും ഉണ്ടാക്കിയാൽ പീസ് റേഡിയോ സ്വീകരിക്കുള്ളൂ.
അപ്പോൾ ഒഴിവ് സമയമല്ല ഇരുന്ന് അങ്ങനെ വരച്ച് അത്രയും സമയം കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റി. അത്രയും സമയം കുട്ടികളെ ബഹളവും കാര്യവും അല്ലാതെ ഒരു സീരിയസ് ആയ വർക്കിൽ അവരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത്, കേവലമായ ഒരു ഓഡിയോ എയർ ചെയ്യപ്പെടുന്നതിൻ്റെ അപ്പുറത്തെ വലിയ ദൗത്യങ്ങൾ അൽഹംദുലില്ലാഹ് നിലവിൽ പീസ് റേഡിയോ ഈ സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ശക്തമായി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നേറുന്നു. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു റിക്വസ്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് റേഡിയോയെ സഹായിക്കാൻ സാധിക്കും ഒരു അഭിപ്രായം കൊണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, റിവൈൻഡ് എന്നുള്ളത് ശ്രോതാക്കളുടെ അഭിപ്രായമാണ്. റിവൈൻഡ് എന്നുള്ള വാക്കാവൂല ഒരു പറഞ്ഞത്, കേട്ട പരിപാടി വീണ്ടും കേൾക്കാൻ അവസരം വേണം. അപ്പോൾ നമ്മളെ ടെക്നിക്കൽ മീറ്റിങ്ങിൽ അത് വന്നു, കേട്ട പരിപാടി വീണ്ടും കേൾക്കാൻ എന്താ അവസരം? യൂട്യൂബിൽ കൊണ്ടുപോയിടാം. യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ലിങ്ക് കൂടെ ഇട്ടാൽ അതിൻ്റെ മേലെ മോഹൻലാലിൻ്റെ സിനിമ, അതിൻ്റെ താഴെ വേറൊരു, അതൊക്കെ കൂടെ ആൾക്കാർ കാണും. നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് പോകാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, എന്താണ് ചർച്ച? അപ്പോൾ നമ്മൾ പരിഹാരം ഉണ്ടാക്കണം. ചർച്ച ചെയ്താൽ കിട്ടും. എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചോളി. ആരെ തലയിലാണോ ആശയം വരുന്നത് ഓർക്ക് കൂലി കിട്ടും അല്ലേ? ഇപ്പോൾ റിവൈൻഡ് എന്നുള്ള ആശയം പറഞ്ഞ ആൾക്ക് എത്ര വലിയ കൂലിയാണ് കിട്ടുന്നത്? ഫീഡ്ബാക്ക് റേഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? വൺ സൈഡ് ടോക്ക് എന്ന റേഡിയോ എന്നുള്ളതിൻ്റെ നമ്മളുടെ ഇടയിൽ ഇത് റേഡിയോ ആകണ്ടെന്നൊക്കെ പറയും. എന്നാലോ ഫീഡ്ബാക്ക് വഴി ആളുകൾ അഭിപ്രായങ്ങൾ എഴുതുന്നു, വിമർശിക്കുന്നു, അവരുടേതായ കാര്യങ്ങൾ പറയുന്നു. റേഡിയോ സ്റ്റക്കായ അപ്പം എന്ത് ചെയ്യുന്നു? 5 മിനിറ്റ് റേഡിയോ സ്റ്റക്കായ അപ്പം വരുന്ന വിവരങ്ങൾ, എന്തൊരു ഇഷ്യൂ ഉണ്ട്, ഇടപെടണം. നാനാഭാഗം നമ്മൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരു സമയം ശരിക്കും അതായിരിക്കും. ആളുകളൊന്നും നോക്കില്ല, നേരെ ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു അല്ലേ, പറയുന്നു. അപ്പോൾ ആ ഒരു കോൾ വന്നതിൻ്റെ ശേഷം തുടർച്ചയായ 25 കോള് നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കും. ഇത് തന്നെയാണ് വിഷയം, ഇത് തന്നെയാണ് വിഷയം എന്ന് സെറ്റ് ചെയ്ത് വെക്കും. അല്ല വേറെ വഴിയില്ല. അങ്ങനെ വരും. അങ്ങനെ അത് നോക്കി നടത്തുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട്, ചെറിയ കുട്ടികൾ മുതൽക്ക് മുതിർന്ന ആളുകൾ വരെ. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസൈനറായി റേഡിയോൻ്റെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനായിരിക്കും. ഇപ്പം എന്താ, ഇപ്പോൾ അടുത്ത ദിവസം പോണേ ഒരു പ്രോഗ്രാം എന്തോ ആകട്ടെ, ആ പ്രോഗ്രാം ഇപ്പോൾ കിതാബ് എന്നുള്ളൊരു വിവാദം ഇവിടെ നടക്കുന്നുണ്ട്, ഒരു നാടകമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിലുള്ളൊരു നല്ലൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അത് യൂട്യൂബിലിട്ടു, അത് ഫേസ്ബുക്കിലിട്ടു. അതൊരു 500 ആൾ ഷെയർ ചെയ്തു. അതൊരു 50,000 ആളെടുത്ത് എത്തി. ഒരു 5 ആൾ റേഡിയോയിൽ വന്നിട്ട് കേട്ടു. അതിൻ്റെ ഓഹരി നിങ്ങൾക്ക് കിട്ടും. അതല്ല, നിങ്ങൾക്കിതിനെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും. 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓഡിയോ എയർ ചെയ്യപ്പെടുന്നതോടുകൂടെ അവസാനിക്കണില്ല. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ഫിഖ് എൻസൈക്ലോപീഡിയ തന്നെ 10,000 ചോദ്യങ്ങൾക്ക് പീസ് റേഡിയോ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അത് മുഴുവൻ ഓൺലൈനിലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ ഇപ്പോൾ പീസ് റേഡിയോയുടെ കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. ആ കോഴ്സ് മെറ്റീരിയൽസ് സ്വസ്ഥമായി നല്ല രീതിയിൽ ക്രമീകരിച്ച് ഓൺലൈൻ രംഗത്തെ ചില വൻ പദ്ധതികളെക്കുറിച്ച് നമ്മുടെ കൂട്ടായ്മ ചിന്തിക്കുകയും അത്തരം മേഖലകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ അതെന്തായാലും ഉണ്ടാവില്ല. സമയം ഉണ്ടാക്കലാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് പഴയ ബിൽഡിങ്ങൊക്കെ പോയാൽ ഇതിപ്പോൾ നമ്മളെ മൗലാന ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നമ്മളെ ക്യാൻറ്റീൻ്റെ മുകളിൽ കിഡ്നി ഡയാലിസിസ് സെൻ്റർ ഉണ്ട്. വെറുതെ ഒന്ന് പോയി നോക്കുക. ICUവിൻ്റെ മുമ്പിൽ ഇത്തിരി പോകുന്ന ഹോൾസിൻ്റെ ഉള്ളിലൂടെ എത്തി നോക്കുക നമ്മൾ. ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വാർഡിലേക്കൊന്ന് പോവുക നമ്മൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൻ്റെ വാർഡിലേക്കൊന്ന് പോവുക നമ്മൾ. ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്താ പറയുക, നമ്മൾ വണ്ടിൻ്റെ സ്പീഡ് കുറയും, നമ്മളെ നിസ്കാരത്തിൻ്റെ സുജൂദിൻ്റെ നീളം കൂടും, ഒക്കെ മനസ്സിലാവും നമുക്ക്. ജീവിതം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം അത് തട്ടിത്തകർന്ന് തരിപ്പണമായി ഒന്നും ഇല്ലാത്ത വിധമാകാനുള്ളതാണ്. ഒരു ബലൂണ് പൊട്ടണിയിലേറെ ലാഘവത്തിൽ അവസാനിക്കാനുള്ളതാണെന്ന് ഞാൻ മനസ്സിലാകും. അപ്പോൾ സമയം ഉണ്ടാകും. ഞാൻ ചോദിക്കണേ, കിഡ്നിയാണ് പോയി ആഴ്ചയിൽ 3 തവണ 4.5 മണിക്കൂർ വീതം ഡയാലിസിസ് മെഷീനിൻ്റെ അരികിൽ ഇങ്ങനെ കഴുത്തോ കയ്യോ വെച്ച് കടന്നു കൊടുക്കണ നേരം നമ്മുടെ ഓഫീസ്, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ജോലിസ്ഥലം, നമ്മുടെ വർക്ക് സ്റ്റേഷൻ ആര് മാനേജ് ചെയ്യും? അതല്ലെങ്കിൽ ശരീരത്തിലൊരു ചെറിയ മുറിവ് വീണാൽ ബ്ലഡ് ഇങ്ങനെ ഒഴുകണേ, പിന്നെ ബ്ലഡ് കോട്ടാണെങ്കിൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്യേണ്ട ശാരീരികാവസ്ഥ ഉള്ളവരുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. അവർ വീട്ടിലിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രശ്നം ആര് പരിഹരിച്ചു തരും സുഹൃത്തുക്കളെ? അപ്പം സമയം എന്നുള്ളത് ഉണ്ടാകലല്ല, നമ്മൾ ഉണ്ടാക്കലാണ്. അത് ബോധപൂർവം, ഇവിടെ അഷ്റഫ് നടത്തിയ വളരെ ബോധപൂർവമായ ഒരു വാക്കുണ്ട്, ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ ആകുന്നത്. ഇനി നിങ്ങളൊരു സാധാരണക്കാരനാണ്. ഇപ്പോൾ നിങ്ങൾക്കിതിൽ റേഡിയോയിൽ പല കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആലിക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. വാട്സാപ്പിൽ അദ്ദേഹം സംസാരിക്കണം. മൂപ്പരാണ് ക്ഷണിച്ച്. ആലിക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പരാണ് ക്ഷണിച്ച്.
ഇതേപോലെ ഇപ്പോൾ പണ്ട് ഫ്ലൈറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഗൾഫിലേക്ക് പോയിരുന്ന ആളുകൾ അവർ ലോഞ്ചിലേറിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ തിരകൾക്കപ്പുറം എന്നുള്ള പ്രോഗ്രാം, അതിലൂടെ നമ്മൾ എന്താ ചെയ്തത്? പുതിയ തലമുറക്ക് പറഞ്ഞെടുത്തു ഈ നാട് എങ്ങനെ ഉണ്ടായത്. ജീവൻ ലോഞ്ചുകളിലിട്ട് പണയപ്പെടുത്തിയിട്ടാണ് അവർ പോയത് എന്ന് ബോധ്യപ്പെടുത്തി. ഇതേപോലെ പച്ചക്കറിത്തോട്ടത്തിന് താല്പര്യമുള്ള ആളുകൾ മുഴുവൻ സഹായിക്കണം. കുട്ടിക്കുണ്ട് കോട്ടകൽ, കുട്ടിക്കാനെ നമ്മൾ റേഡിയോയിൽ കൊണ്ടുവന്നു. വരുന്ന വ്യക്തിയുടെ വലിപ്പമല്ല നോക്കിയത്, വരുന്ന വ്യക്തിയുടെ വിഷയം നോക്കിയത്. പച്ചക്കറിത്തോട്ടം എങ്ങനെ ടെറസിൻ്റെ മേലെ ഉണ്ടാക്കാമെന്ന് അത് ചിലപ്പോൾ കോഴ്സ് പഠിച്ച ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞാലേറെ വൃത്തിയായിട്ടും മൂപ്പര് പറഞ്ഞു. അത് കവർ എടുക്കുക, കുട്ടികളെ മണ്ണണ്ട് ഇടുക, സംഗതി വിത്താണ് നടുക, കൊണ്ടേൺ വെക്കുക, നിങ്ങൾ ആലോചിക്കണതിൻ്റെ പ്രശ്നം മൂപ്പര് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതേപോലെ ഗ്രീൻ പാലിയേറ്റീവ് മൂവ്മെൻറ്റായിട്ട് പോണേ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. 16-ാം വയസ്സിൽ എന്താ പറയുക, സ്പൈനൽ കോഡിന് വിഷയങ്ങൾ വന്ന് അങ്ങനെ തളർന്ന് കിടക്കണവൻ. പക്ഷെ തളർന്ന് കിടക്കുന്ന അവൻ നിർവഹിക്കുന്ന മഹാദൗത്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അവൻ്റെ അടുത്ത വന്നിട്ട് ആരെങ്കിലും ഒരാൾ വീൽ ചെയർ ആവശ്യമുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ സുഹൃത്തുക്കൾ കൊണ്ട് അവൻ വാചകം പറഞ്ഞെടുത്ത് ടൈപ്പ് ചെയ്യിച്ച് ഫേസ്ബുക്കിലിടും. ഒരു കുട്ടിയുണ്ട്, അവന് പുറത്തിറങ്ങണം, വീൽ ചെയർ വേണം, സ്കൂളിൽ പോകാൻ വീൽ ചെയർ വേണം. പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അമൗണ്ടുകൾ വരികയാണ്. ഇത്രയും 2 കാലും 2 കൈയും ആയുസ്സൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തണം, ഓരോരുത്തരും കണ്ടെത്തണം. തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളിൽ റേഡിയോ നടത്തുന്ന ഇടപെടലുകൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് നമ്മൾ മാക്സിമം ആളുകൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ₹1 ചിലപ്പോൾ തരാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സമൂഹം അറിയേണ്ട ഒരു വിജ്ഞാനം ഉണ്ടോ? കൊടുക്കുക. ഇപ്പം റേഷൻ കാർഡ് എടുക്കുന്ന സമയം വന്നപ്പോൾ റേഷൻ കാർഡ് എങ്ങനെ എടുക്കേണ്ടത് എന്ന് റേഡിയോ വഴി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. റേഷൻ കാർഡ് എങ്ങനെ എടുക്കേണ്ടത്, നികുതി എങ്ങനെ അടക്കേണ്ടത്, സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലൂടെയും മുന്നോട്ട് പോകുന്നു. ഇവിടെയൊക്കെ ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ മഹാസംരംഭം കൊണ്ടുപോകാൻ നമുക്കുള്ളത് വളരെ ചുരുങ്ങിയ സ്റ്റാഫ് സംവിധാനമാണ്. വളരെ ചുരുങ്ങിയ കഠിനാധ്വാനം ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ, വളരെ ചുരുങ്ങിയ സ്റ്റാഫ് സംവിധാനമാണ്. ബാക്കി മുഴുവൻ സർവീസാണ്. ഓരോരുത്തർ നാട്ടിലും മറുനാട്ടിലും ഗൾഫിലും ഒക്കെ ഇരുന്നിട്ട് അവരുടെ സമയം കൊടുക്കണം. ഇപ്പോൾ റേഡിയോയിലേക്ക് ആളുകൾ ചിലപ്പോൾ ഓടിയോണ്ടിടും ചോദ്യമായിട്ട്, അല്ലെങ്കിൽ മംഗ്ലീഷിലാണ് ചെയ്യും. ഒരു സുഹൃത്ത് ചെയ്തിരുന്ന സഹായം എന്താ? അതൊക്കെ മലയാളത്തിലേക്ക് ടെക്സ്റ്റ് ചെയ്യും. കാരണം ഈ ചോദിക്കണ പണ്ഡിതന് സമയമല്ല, അദ്ദേഹത്തിന് ഇതൊന്നും മംഗ്ലീഷ് വായിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അത് സേവനാണ്. റേഡിയോ എന്ന മഹത്തായ മൂവ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്ന സേവനാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ₹1000 തരാൻ പറ്റില്ല, പക്ഷേ ₹1000 തരാൻ പറ്റിയൊരു 10 ആളെ നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ പറ്റുമെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇങ്ങനെ നമുക്കൊക്കെ പറ്റും. ഇസ്ലാമിക ദഅവ രംഗത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ ചുമരുകളെയും ചിത്രങ്ങളെയും മാറ്റി എഴുതിക്കൊണ്ട് റേഡിയോ നടത്തുന്ന ഈ മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങളിൽ നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള ഓഹരി ചോദിക്കുകയാണ്. പീസ് റേഡിയോ ഡിവൈസ് എന്ന ആശയം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. 9 വർഷമായിട്ട് പാരലൈസ് ചെയ്ത് കിടക്കുന്ന അയാൾ റേഡിയോ തുറക്കാൻ ഉപയോഗിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഉറങ്ങിക്കിടന്നിരുന്ന ചിന്ത പുറത്തു വന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്വിച്ച് വഴി ഓൺ ചെയ്യാവുന്ന ഒരു ഡിവൈസ്, ഒരു റേഡിയോ, പീസ് റേഡിയോക്ക് വേണ്ടി അതിൻ്റെ ടോക്കൺ ബുക്കിങ്ങിൻ്റെ സമയമാണിപ്പോൾ. 3000-ൻ്റെയും 4000-ൻ്റെ ഇടയിലുള്ള എമൗണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഡോളേഴ്സിൻ്റെ ഒരു ഏറ്റ വ്യത്യാസങ്ങളാണ് ഒരു കൃത്യസംഖ്യ പറയാനുള്ള തടസ്സം. എന്തായാലും അങ്ങനെ ഒരുപാട് നല്ല നീക്കങ്ങൾ അൽഹംദുലില്ലാ നടത്തി നമ്മൾ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾ ആവശ്യമാണ്. ഉറുദുവിലുള്ള റേഡിയോ, ലോകത്ത് 80 കോടി മനുഷ്യർ ഉറുദു മനസ്സിലാകുന്നവരുണ്ട്. നമുക്ക് ഓഫേഴ്സ് ഉണ്ട്, ഈ രംഗത്ത് പല സപ്പോർട്ട്സും ഉണ്ട്. പക്ഷെ നമുക്ക് പേടിയുണ്ട്, വലിയ പേടികളുണ്ട്. എന്താ പേടി? ഇതിന് ഫിനാൻസ് വേണം, ഇതിന് മാൻ പവർ വേണം, ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. ആര് തരും? ആളുകളുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം, ഒരു പ്രശ്നമല്ല. കർണാടക സ്റ്റേറ്റിലെ സുഹൃത്തുക്കൾ, കർണാടക സ്റ്റേറ്റിലെ ആളുകൾ മലയാളം മനസ്സിലാണവരുണ്ട്. അവർക്ക് വേണ്ടി മലയാളം ടെക്സ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ റേഡിയോ തുടങ്ങണം കർണാടക ഭാഷയിൽ. അവരിപ്പോൾ സ്റ്റുഡിയോ ഒരുക്കി മുന്നോട്ട് പോകാനിരിക്കുകയാണ്. അപ്പോൾ വലിയ പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത 25 കൊല്ലമായി മരണം കാത്തി കിടക്കുന്ന ബെഡിൽ കിടക്കുന്ന ആളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ പറ്റുക. എന്താ? നിങ്ങൾ റബ്ബുമായി സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ഉൾപ്പെടുത്തുക. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, ഇടപെടുന്നവർ, നമുക്കറിയുന്നവരും അറിയാത്തവരുമായ 100 കണക്കിന് ആളുകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, റേഡിയോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ ലീഗൽ സെക്യൂരിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മേഖലയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോൾ ദമാമിൽ നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്, ദുബൈയിൽ നമുക്ക് സ്റ്റുഡിയോ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും
ആളുകൾ നല്ല സാമ്പത്തികം മുടക്കി അവരുടേതായ നിലക്കുള്ള ഇടപെടലുകൾ നടത്തി വലിയ മുന്നേറ്റങ്ങൾ ഈ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജ് ഇതാണ്: നിനക്ക് അള്ളാഹു തന്നതിൽ നിന്ന് നീ അള്ളാഹുവിനെ സഹായിക്കുക. അത് ചിലപ്പോൾ ചിന്തയായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലെ അറിവായിരിക്കാം. വലാ തൻസ നസീബക മിന ദുനിയ. അതുകൊണ്ട് നീ ദുനിയാവ് എടുത്തോ. ദുനിയാവെന്നുള്ള ഓഹരി എടുത്ത് നീ ഒരു എഞ്ചിനീയർ ആകാം, നീ നിന്റെ ആ മേഖല കൊടുക്കുക. നീ ഒരു ഡോക്ടർ ആകാം, നിന്റെ ആ മേഖല കൊടുക്കുക. നീ ഒരു ആർട്ടിസ്റ്റ് ആകാം, നിന്റെ ആ മേഖല കൊടുക്കുക. നീ ഒരു നല്ല ശബ്ദമുള്ള ആളാകാം. ഓഡിഷൻ നടത്തി ഒരുപാട് ആളുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. റേഡിയോ സ്റ്റേഷനിൽ ആങ്കറിംഗ് നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാളെ കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറിന് കൊടുക്കേണ്ടത് 5000 രൂപയാണ്. എങ്ങനെ നമ്മൾ റേഡിയോ എടുക്കുക? നമ്മളെന്താ ചെയ്ത് നല്ല ശബ്ദമുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് ഉന്തിയുടെ കയറ്റിട്ട് അവിടെ ഇരുന്നിട്ട് കണ്ടു തുടങ്ങിക്കോന്ന് അന്നേ. അപ്പൊ പഠിച്ചവനോട് സഹായിച്ചു. അതാ ഞാൻ പറഞ്ഞേ, ഇത് അള്ളാഹ് സഹായിച്ച് മാത്രം നീങ്ങുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളെ പ്ലാനിങ്ങിന്റെ കഴിവൊന്നുമല്ല, ഇത് പടച്ചോന്റെ സഹായം മാത്രമാണ്. അപ്പൊ അതിൽ ആ ഒരു കൂട്ടത്തിൽ ആർക്കും കൂടാം, ആർക്കും ഇടപെടാം, ആർക്കും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടേതായ സേവനങ്ങളും സഹായങ്ങളും അർപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഒരു നന്മ കൂടുതൽ ശക്തമായി സമൂഹത്തിലേക്ക് എത്തുന്ന നല്ല നേരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വാചകത്തെ ജീവിതമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه